ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ഓക്കെ ഏസ് ഓഫ് സോഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. 9 ഓഫ് സോഡ്സ്, അതുപോലെ തന്നെ ദ ഹെർമിറ്റ് കാർഡ്, മജീഷ്യൻ, 4 ഓഫ് കപ്സ് റിവേഴ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് സോഡ്സ്, കിങ് ഓഫ് സോഡ്സ്, 5 of Pentacles, 7 of Pentacles, 9 of Cups, the Chariot. സോ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നോക്കാം. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു കാർഡുകളിൽ നോക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ നിങ്ങളോടുകൂടി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 3 കാർഡുകൾ, ഏസ് ഓഫ് സോഡ്സ്, കിങ് ഓഫ് സോഡ്സ്, പേജ് ഓഫ് സോഡ്സ്, ഇത്രയും കാർഡുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു 3 കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സത്യസന്ധമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ആശയവിനിമയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഗ്യാപ്പ് നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയേണ്ടുന്ന ഒരു സമയം നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങൾ രണ്ടുപേരും തുറന്ന് നിങ്ങളുടെ ഫീലിങ്സുകൾ പറയേണ്ടുന്ന ഒരു നിങ്ങൾ മറച്ചു പിടിച്ചിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു സമയം വരും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു ലോജിക്ക് അടിസ്ഥാനമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ സംസാരത്തിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഒരു ലോങ് ലൈഫ് അല്ലെങ്കിൽ ഒരു ദീർഘകാല റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾ തുറന്നും സത്യസന്ധമായ ഒരു ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത് ഇവിടെ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ 9 ഓഫ് സോഡ്സും 5 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയുടെ ഒരു മാനസികാവസ്ഥയാണ്. അതോടൊപ്പം തന്നെ മാനസികമായിട്ട് ഭയങ്കര വേദന അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ചില സമയത്ത് അവർ ഒറ്റപ്പെട്ടതായിട്ടും നിരാശയുള്ളതുപോലെയും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഫീലിങ്സ് ഒക്കെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. പക്ഷെ അതൊരു ഏതൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവർ ജസ്റ്റ് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു പേടി ആണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു പേടി ഏതൊക്കെയോ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് സ്നേഹം തരാനായിട്ട് അവർ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നോർത്തിട്ടും ആ ഒരു സെയിം ടൈമിൽ അവർ വിഷമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വരുന്നത് ഹെർമിറ്റ് കാർഡാണ്. അവര് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകണമോ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം കൊണ്ടുപോകാനായിട്ട് പറ്റുന്നൊരു റിലേഷൻഷിപ്പ് ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെയധികം ഒരു ആത്മപരിശോധന നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഉടനൊരു തീരുമാനം എടുക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ അത് ഒരു ഗൗരവമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തോട്ട്സ് ആയിട്ട് തന്നെ അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ്
ഒന്നുമില്ലാതെ ചിന്തിക്കാതെ വെറുതെ അത് ഒരു കളിതമാശയ്ക്ക് എന്ന രീതിയിൽ പോകുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയധികം ഒരു വാല്യൂ ഇമ്പോർട്ടൻസ് ഒക്കെ ഈ ഒരു പേഴ്സൺ തരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ ഒരു സമയത്ത് അവർ വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ദ മജീഷ്യൻ കാർഡ്, അതുപോലെ വീൽ ഓഫ് ഫോർച്യൂൺ, ചാരിയോട്ട്, ഈ 3 കാർഡുകൾ ഇത് വളരെ ശക്തമായൊരു കൂട്ടുകെട്ടിന്റെ കാർഡാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ദ മജീഷ്യൻ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റിലേഷൻഷിപ്പിൽ പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാനും അതുപോലെ റിലേഷൻഷിപ്പ് വീണ്ടും റീയൂണിയൻ ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ റീസ്റ്റാർട്ട് വരാനും അത് നിലനിർത്തിക്കൊണ്ട് പോകാനും കഴിവുള്ളൊരു കാർഡാണ് മജീഷ്യൻ കാർഡ്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോഴത്തേക്കും ഇതൊരു ഫെയ്ത്ത് ആണ്, നിങ്ങളുടെ ഒരു വിധിയാണ്, വിധിയുടെ പുറത്ത് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹം പോലുള്ള, അതുപോലെ ദൈവം തരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വിധിയിലുള്ള ഒരു കാര്യമാണ്, അല്ലാതെ നിങ്ങളായിട്ട് പോയി തേടി പിടിച്ചു കൊണ്ടുവന്നതോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ നിങ്ങളിലേക്ക് വന്നതോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഈ ഒരു റിലേഷൻഷിപ്പ് ദൈവമായിട്ട് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ് എന്നുള്ള എനർജിയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചാരിയോട്ട് കാർഡ് വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഉറച്ച മനസ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറി പോസിറ്റീവായിട്ടുള്ള ഒരു ദിശയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് ഈ ഒരു 3 കാർഡുകൾ ഇവിടെ തരുന്നത്. ഒരു സാധ്യത എന്ന് പറയുമ്പോൾ ആ ഒരു സാധ്യത വളരെ ഒരു സ്ട്രോങ് ആണ് എന്നും കൂടി നമ്മൾ പറയേണ്ടതായിട്ട് പറ്റും. കാരണം ദ മജീഷ്യൻ കാർഡ്, വീൽ ഓഫ് ഫോർച്യൂൺ, ദ ചാരിയോട്ട്, ഇങ്ങനെ 3 കാർഡുകൾ ഇതിനകത്ത് ഈ ഒരു റീഡിങ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണെന്ന് പറയാൻ സാധിക്കും. നിങ്ങളുടെ ഇപ്പം ഏത് സാഹചര്യത്തിലാണോ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുവഴി ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക്, ഒരു സക്സസിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകാനുള്ള സാധ്യത വളരെ ശക്തമാണ് എന്ന് നമ്മൾ പറയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ 4 ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. മുൻപ് അവര് നിങ്ങളിൽ നിന്ന് കുറച്ച് ഒരു വിട്ട് നിന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ വരുന്നുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ ഈ ഒരു പേഴ്സണിലേക്ക് പോകാനായിട്ട്, അതായത് നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകും എന്ന് ഇവർക്ക് മനസ്സിലാവുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു തിരിച്ചറിവ് ഇവർക്ക് വരുന്നുണ്ട്. ഇത് വീണ്ടും തുറന്ന് നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു മനസ്സാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ് റിവേഴ്സ് ആയതുകൊണ്ട്. പിന്നെ 7 ഓഫ് പെന്റിക്കിൾസും കിങ് ഓഫ് പെന്റിക്കിൾസുമാണ് വന്നിട്ടുള്ളത്. വളരെ ഒരു ക്ഷമ ആവശ്യമാണ് എന്നാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. ഈ ഒരു വ്യക്തി സ്ഥിരതയുള്ള ഒരു പാർട്ട്ണറായിട്ട് മാറാനുള്ള ഒരു യോഗമുള്ളവൻ അല്ലെങ്കിൽ യോഗമുള്ളവൾ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ഒരു പേഴ്സൺ ആണ്. വളരെ സ്ഥിരതയോടുകൂടി നല്ല രീതിയിൽ പോകാനായിട്ട് യോഗമുള്ള ഒരു പേഴ്സൺ ആണ്. മെല്ലെ പതിയെ രീതിയിൽ സ്ലോ ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നതും ഗ്രോത്ത് ഉണ്ടാകുന്നതെങ്കിലും ഒരു ഉറച്ച ഒരു റിലേഷൻഷിപ്പ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇതെന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. കാരണം കിങ് ഓഫ് പെന്റിക്കിൾസും 7 ഓഫ് പെന്റിക്കിൾസും അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ 10 ഓഫ് കപ്സ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. ഇതൊരു പൂർണ്ണമായ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ കാർഡാണ്. പോസിറ്റീവ് എനർജി തന്നെയാണ് ഇത് തരുന്നത്. ഒരു ഫാമിലി ലൈഫ്, ഒരു കുടുംബ സുഖം, ഒരു ദീർഘകാല ഐക്യം, മാനസികമായിട്ടുള്ള ഒരു നിറവ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നത് ഈ ഒരു റീഡിങ് തന്നെ നിങ്ങളുടെ പേഴ്സൺ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 10 ഓഫ് കപ്സിന്റെ ഒരൊറ്റ കാർഡ് കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ കുറേ നാളുകൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു മനസ്സ് നിറഞ്ഞ് സന്തോഷമായിട്ട് ഈ ഒരു പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. ദീർഘകാലം ആ ഒരു ഐക്യം നിങ്ങൾ തമ്മിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ഒരു 10 ഓഫ് കപ്സിന്റെ കാർഡിൽ നിന്ന് ലാസ്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതിന്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഈ ബന്ധത്തിന് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ശക്തമായ ഒരു ബന്ധമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇവിടെ കുറച്ച് പേടികള്, കുറച്ച് ഭയങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ടെൻഷൻ, അതിന്റെ ഫലമായിട്ടുള്ള ഒരു ടെൻഷനും ആൻസൈറ്റിയൊക്കെ കാരണം അവരിങ്ങനെ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്.
ഒരു തുറന്നൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ വേണം എന്നത് ഈ റിലേഷൻഷിപ്പിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ക്ഷമയും വിശ്വാസവും അനിവാര്യമാണ് എന്നുള്ളതാണ്. കുറേ നമുക്കിപ്പോൾ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില സമയങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടും. ഈ റിലേഷൻഷിപ്പിന് ഓക്കെ ആകാനായിട്ട് പോകുന്നില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയുമൊക്കെ ആയില്ലേ, ഇനിയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഇത് ഓക്കെ ആയിട്ട് മുന്നോട്ട് പോകില്ല എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ വളരെയധികം ക്ഷമയോടെ കാത്തിരിക്കണം. ഈ ഒരു സക്സസ്സിൽ എത്തും എന്നുള്ളത് ഉറപ്പിച്ച് മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടക്കണം. അല്ലാതെ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും 10 ഓഫ് കപ്സും കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വിധിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദീർഘകാലം സന്തോഷത്തിലേക്കുള്ള ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തുറന്നിടുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ ഒരു ശ്രമവും അതുപോലെ മനസ്സിലാക്കലും ഉണ്ടെങ്കിൽ ഈ ഒരു ബന്ധം ജീവിതകാലം മുഴുവൻ തുടരാനുള്ള ശക്തമായ ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി നമുക്ക് 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഫാമിലി ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഈ ഒരു വിവാഹ യോഗത്തിലേക്ക്, അതായത് ഒരു മാരേജിലേക്കോ എൻഗേജ്മെന്റിലേക്കോ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 10 ഓഫ് കപ്സ് തന്നെയാണ് അത് കാണിച്ചിരുന്നത്. ഇത് ഒരു കുടുംബസുഖവും വിവാഹ ജീവിതവും സൂചിപ്പിക്കുന്ന ശക്തമായ ഒരു കാർഡായതുകൊണ്ട് തന്നെ മാനസികമായ ഒരു നിറവും സ്ഥിരതയുള്ള ഒരു ബന്ധവും തന്നെയാണ് ഈ ഒരു 10 ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയോടൊപ്പം വളരെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ തമ്മിലുണ്ട് എങ്കിൽ പോലും പിന്നീട് അതെല്ലാം മാറി ഇങ്ങനെ ഒരു പോസിറ്റീവ് വൈബിലേക്ക് വരും എന്നുള്ളതാണ്. പിന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് ഇവിടെ വരുമ്പോൾ തന്നെ വളരെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ, പാർട്ട്ണറിന്റെ ഒരു എനർജിയാണ് നമുക്ക് തരുന്നത്. സാമ്പത്തികവും മാനസികവുമായ സുരക്ഷ നൽകാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒരു വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുമുണ്ട്. പിന്നെ വിധിയോട് ബന്ധമുള്ള, ഫെയ്ത്തിനോട് ബന്ധമുള്ള ഒരു കണക്ഷനാണ് അത് എന്നാണ് മനസ്സിലാകുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ളത്. അപ്പോൾ ആ ഒരു സമയം എത്തുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും സ്വാഭാവികമായിട്ട് തന്നെ അത് മുന്നോട്ട് പോയിക്കൊള്ളും എന്നുള്ളതാണ്. തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശക്തി, അതാണ് നമുക്ക് ടാരോട്ട് കാർഡ് പറഞ്ഞു തരുന്നത്. ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു മാരേജിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ്. ഇവിടെ 9 ഓഫ് സോഴ്സ് കാണിക്കുന്നത് പോലെ ഒരു പേടിയും ഓവർ തിങ്കിങ്ങും ടെൻഷനും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുറയ്ക്കണം. ഒരു തുറന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് ഏസ് ഓഫ് സോഴ്സിന്റെ എനർജി. അത് നിർബന്ധമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പേഴ്സണുമായിട്ട് ഒരു നല്ല തുറന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ 7 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നുണ്ട് ക്ഷമ കൈക്കൊള്ളുക എന്നത് വളരെ അത്യാവശ്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ ആ ഒരു മാരേജിലേക്ക് എത്താനുള്ള ഒരു യോഗം നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് വേഗത്തിലല്ല, സ്ഥിരതയോടെ കുറച്ച് സമയമെടുത്ത് പരസ്പര വിശ്വാസം വളർത്തിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു റീസ്റ്റാർട്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതൊരു കർമ്മബന്ധം പോലുള്ളൊരു ബന്ധമാണ്. ശരിയായ സമയത്ത് കാര്യങ്ങളെല്ലാം തനിയെ നിങ്ങളിലേക്ക് വന്ന് അതെല്ലാം ഓക്കെ പോസിറ്റീവായിട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു മാരേജ് എൻഗേജ്മെന്റ് ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ ഈ ഒരു കാര്യങ്ങൾ നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 6 മുതൽ 12 മാസത്തിനുള്ളിൽ ശക്തമായ ഒരു മൂവ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 6 to 12 monthsനുള്ളിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശക്തമായ ഒരു ആക്ഷൻ വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. പ്രത്യേകിച്ച് ഒരു വർഷത്തിന്റെ 2ാം പകുതിയിൽ കൂടുതൽ സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ഒരു സമയം നോക്കുവാണെങ്കിൽ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വിവാഹം നടക്കാനുള്ള യോഗമുണ്ട്. പക്ഷെ ഈ ഒരു സമയം തമ്മിലുള്ള ഒരു വിശ്വാസവും അതുപോലെ കമ്മ്യൂണിക്കേഷനും വളരെ ശക്തമാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു സമയം നിങ്ങളിലേക്ക് കറക്റ്റായ രീതിയിൽ വന്നെത്തൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഏസ് ഓഫ് സോഴ്സിന്റെ എനർജി തന്നെയാണ്. ഒരു തുറന്ന ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. മനസ്സിലുള്ളത് അടച്ചു വെക്കരുത്. വ്യക്തമായിട്ട് സമാധാനത്തോടെ അത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുക. ആ ഒരു പേഴ്സണെ കുറ്റപ്പെടുത്തുക എന്ന രീതിയിലല്ല, മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം
ആ ഒരു സംസാരങ്ങൾ പോകേണ്ടത്. അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ, എന്നെ മനസ്സിലാക്കണം അവർ, അതുപോലെ തന്നെ അവരെ ഞാനും മനസ്സിലാക്കണം എന്നതായിരിക്കണം നിങ്ങളുടെ ഒരു ലക്ഷ്യം. അല്ലാതെ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ന്യായീകരിക്കുകയോ ചെയ്യാതിരിക്കുക. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ എപ്പോഴും അതിൻ്റെ ലക്ഷ്യം മറ്റൊരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനും അതോടൊപ്പം തന്നെ നമ്മളെ അവർ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യകതയാണ് എന്ന് അവരെ ധരിപ്പിക്കുകയുമാണ്. ഓക്കെ, അപ്പോൾ സത്യസന്ധമായ ഒരു സംഭാഷണം ബന്ധത്തെ എപ്പോഴും ശക്തമാക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പേടി, ഒരു ഭയങ്കരമായ ഭയമുള്ള വ്യക്തികളെ കാണുന്നുണ്ട്, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അധികം ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ അവൾ എന്നെ വിട്ടുപോകുമോ അല്ലെങ്കിൽ അവൻ എന്നെ പോകുമോ, ഇനി എനിക്ക് ഒരിക്കലും അവനെ കിട്ടില്ലേ, അവളെ കിട്ടില്ലേ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തകളൊക്കെ കുറയ്ക്കുക. ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ക്ഷമ കാണിക്കുക. ഉടൻ ഒരു ഫലം പ്രതീക്ഷിക്കരുത്. നിങ്ങൾ കുറച്ച് സമയം അവർക്ക് കൊടുക്കുക. അവർക്ക് സമയം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. സമ്മർദ്ദം ചെലുത്താതിരിക്കുക, അവരെ ചേസ് ചെയ്യാതിരിക്കുക, സ്റ്റോക്ക് ചെയ്യാതിരിക്കുക, ഇതൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അവരെ സമ്മർദ്ദത്തിലാക്കാതിരിക്കുക. ഈ ഒരു ബന്ധം ഒരു സ്ലോ ആണ്, ബട്ട് സ്റ്റഡി ആയിട്ട് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും നിങ്ങളൊരു പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുക. ഒരു ബന്ധം മനോഹരമാക്കാനായിട്ട് എപ്പോഴും നിങ്ങൾക്ക് കഴിയും. നല്ല ഓർമ്മകളും സന്തോഷകരമായ നിമിഷങ്ങളെയും കൂട്ടുപിടിക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. സ്ഥിരത കാണിക്കുക. എപ്പോഴും നിങ്ങൾ തന്നെ ഒരു ഡിപ്പെൻഡബിൾ ആയ ഒരു രീതിയിലുള്ള പാർട്ട്ണർ ആകുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സണിനോട് കൂടെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ ഉണ്ടാകും എന്ന രീതിയിൽ അവർക്ക് വിശ്വാസം വരത്തക്ക രീതിയിൽ നിൽക്കുക എന്നുള്ള, വിശ്വാസം നൽകുക, അവർക്കൊരു സുരക്ഷ നൽകുക, കെയർ നൽകുക. അവർക്ക് നിങ്ങളെ ഒരു ജീവിത പങ്കാളിയായി കാണാനായിട്ട് അല്ലെങ്കിൽ എന്നും കൂടെ ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്ന് അവർക്ക് ഒരു ബോധ്യം ഉള്ളിൻ്റെ ഉള്ളിൽ വരാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അവസാനമായിട്ട് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ശാന്തമായിട്ട് സംസാരിക്കുക, പേടി വിട്ടിട്ട് ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കുക, ഒരു ക്ഷമയും സ്ഥിരതയും പുലർത്തുക. അതുപോലെ തന്നെ പോസിറ്റീവായ മാറ്റങ്ങൾ നിങ്ങളിൽ തന്നെ ആരംഭിക്കുക. അപ്പോൾ മറ്റെല്ലാം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ ഒരു വീണ്ടും ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ കുറച്ചൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് ചെറിഷ് ചെയ്യിക്കാനും ഒക്കെ ഇത് ഒത്തിരി സഹായിക്കും. അതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണാറുണ്ട് എന്ന് വിചാരിക്കുന്നു. നമ്പർ 10 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ടോക്കറ്റീവ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 1987, നമ്പർ 52, ഏപ്രിൽ മന്ത്, കൈൻഡ്നസ്, ഹെൽത്ത് ഇഷ്യൂ, നമ്പർ 5, ഫിസിക്കൽ ഫിറ്റ്നസ്, 1980, എൻകറേജസ് യു. നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത്. ആക്ടിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. മ്യൂസിക്, 1997, അതുപോലെ തന്നെ 1978, 1982, കൊല്ലം ജില്ല എന്നുള്ള ആളുകളാകാം. നമ്പർ 43, നമ്പർ 33, നമ്പർ 45, ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. 222 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 53, നമ്പർ 48, 1979, 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. സപ്പോർട്ടീവ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ജെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓറഞ്ച് കളർ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.